മാസായിന്ന് ഒരു ഒറ്റ അടി പോലും ആരെ അടിച്ചിട്ടില്ല. ഈ ഇന്ദ്രൻ ചേട്ടനോടാണ്. ഇപ്പൊ ഇതുവരെ ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ ഇത്രയും മാസമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോ അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോ ഈ ക്യാരക്ടർ തന്നിലേക്ക് വന്നപ്പോ എന്തായിരുന്നു തോന്നിയത്? എന്നെ വേറെ ആരുടെയോ കഥ മാറി പറയുകയാണെന്ന് വിചാരിച്ചു. കാരണം മുരളി സാറ് ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് ഒരു വലിയ സംഭവം ഒരുമിച്ച് ഒരു പടം ചെയ്തോണ്ടെന്ന് പറഞ്ഞതാ, ഒരു വലിയ സാധനം വരുന്നുണ്ട് ചേട്ടാ, ഒരു വലിയ പടമാണ്, ഒരു ചേട്ടന് വലിയ ക്യാരക്ടറാണ്, ചേട്ടൻ കൂടെ നിൽക്കണം. ഞാൻ കാരണം അതിനു മുമ്പുള്ള പടത്തിൽ അദ്ദേഹത്തിന് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരാൾ ചുമ്മാ നടന്നു പോയാലും ആ കഥാപാത്രം അതിനൊരു അർത്ഥം ഉണ്ടാവുന്ന കഥാപാത്രങ്ങളായിരിക്കും. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് കൃഷ്ണകുമാർജി വിളിക്കുന്നു, മുരളിച്ചേട്ടൻ ഇവിടെ ഉണ്ട് ഫ്ലാറ്റിൽ ഫ്രീ. അപ്പം ഫ്രീ ആണ്, ഞാൻ ചെന്നു. കഥ പറഞ്ഞു അങ്ങനെ ഗംഭീര കഥ. ഞാനതിൽ നോക്കിയിട്ട് എനിക്ക് തകർന്ന ഒരു വേഷവും ഇല്ല. അപ്പൊ തീരാറായപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കൃഷ്ണൻകുട്ടിയാന്ന്. കുറെ നേരം ഞാൻ മിണ്ടാതെ ഇരുന്നു. മാറിപ്പോയതാണോ കൃഷ്ണൻകുട്ടി? ഞാൻ പിന്നെ അതിനെ ഒരു ആർത്തി കൊണ്ട് ഞാൻ അങ്ങ് വലിയ സന്തോഷത്തിലായി. പക്ഷെ ഷൂട്ടിംഗ് അടുക്കും തോറും അങ്കലാപ്പായിരുന്നു. ഷൂട്ടിംഗ് തീർന്നുമ്പോഴത്തേക്കും നമുക്കെന്താ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട്, സാറ് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഒരുപാട് വർക്ക് കണ്ട് ആര്യ സാറൊക്കെ കിടന്ന് പാടുപെടുമ്പോൾ ഞങ്ങൾ മാറി 4 പേരും ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം കിട്ടി കുറേ ദിവസമായെങ്കിലും. അതുകൊണ്ട് തന്നെ ഓരോ സീനും നമ്മൾ ഒരുമിച്ചുള്ള സീൻ നേരത്തെ എടുത്ത് വായിച്ചിട്ട് ഇതൊന്ന് വരും എന്ന് നോക്കിയിരിക്കുക. അതിൻ്റെ ഒരു ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പടം ഒരുവിധം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് പുറത്തു വരുമ്പോഴുള്ള അഭിപ്രായം അറിയണമല്ലോ, അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അത് ഇത്തിരി വൈകിയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വന്നത് വളരെ സമാധാനം തരുന്നതായിരുന്നു. ഒരു പ്രതീക്ഷ തന്നു. ഞാൻ കാണാത്തൊരു ശരീരം എനിക്കുണ്ടെന്ന് തോന്നി. അതിനൊക്കെ കൃഷ്ണകുമാർജിയും സാറും മുരളി സാറിവിടെ ചെയ്യിച്ചതാ. ഒരുപാട് എൻ്റെ ശബ്ദത്തിലും എൻ്റെ ചലനത്തിലും ഒക്കെ എന്നെ ഒരുപാട് നിയന്ത്രിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ദൈവാധീനം കൊണ്ട് ഞാൻ അങ്ങനെ ഉള്ളൊരു കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ കാണുന്നത്. ഉറപ്പായിട്ടും ഇനി ഞാൻ അടങ്ങി നിൽക്കില്ല. ഇന്ന് തിയേറ്ററില് ഭയങ്കരമായി കയ്യടി വീണ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ. കാരണം ഇന്ദ്രൻ ചേട്ടൻ ഇത് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മാസ് പെർഫോമൻസ്. അപ്പൊ ഇത് സ്ഥിരം ഗുണ്ടയായിട്ട് കാണണം എന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത്. ഞാൻ പറയട്ടെ ഇന്ദ്രൻസിനെ പറ്റി. അല്ല, ഇതിപ്പോ നിങ്ങളൊക്കെ പറഞ്ഞു ഇന്ദ്രൻസ് മാസായിന്ന് ഒരു ഒറ്റ അടി പോലും ആരെ അടിച്ചിട്ടില്ല. ഈ പാവങ്ങളെല്ലാം ആര്യ മറ്റേ ജപ്പാനി ഇവരെല്ലാം കൂടെ എത്ര അടിയുണ്ടായി ഇതിനകത്ത്. അടിക്ക ആകപ്പാടെ പാവം ഒറ്റ വീഴ്ച വീണുള്ളൂ. പക്ഷെ മാസായി ആള്. ഇതാണ് ചുളിവ് നിന്നുണ്ട് മാസായിട്ട്. അങ്ങനെ പറയും.